അനുദിനം യേശുവിനോടൊപ്പം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11-ാം വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ എത്രയും അധികം സ്നേഹിക്കുന്നു. നാം ചോദിക്കുന്നതിനേക്കാൾ അധികമായി നന്മ നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നമ്മുടെ പിതാവാണ്. കർത്താവായ യേശു ഈ വചനത്തിൽ ദൈവത്തെ വെറും ശക്തനായ സ്രഷ്ടാവായി മാത്രമല്ല, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ഒരു പിതാവിന് തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിയാം. അവർ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് യേശു പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ സ്വർഗീയ പിതാവിൽ ആശ്രയിക്കുന്നതാണ്. രണ്ടാമതായി കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തോട് ചോദിക്കാൻ യേശു നമ്മെ ക്ഷണിക്കുന്നു. മത്തായി 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ദൈവത്തോട് ചോദിക്കാൻ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. നമ്മുടെ കണ്ണുനീരുകളും ഭയങ്ങളും പ്രതീക്ഷകളും കർത്താവിനോട് പറയാം. പ്രാർത്ഥന എന്നത് സ്വർഗീയ പിതാവിൻ്റെ അടുക്കലേക്ക് ദൈവമക്കൾ വരുന്നതാണ്. മൂന്നാമതായി ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം നൽകുന്ന നന്മ നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയും അധികം നല്ലതാണ്. പരിപൂർണനായ സ്വർഗീയ പിതാവ് എത്ര അധികം നന്മ നൽകും എന്ന് ഈ വചനത്തിൽ നമ്മെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ കരുതലുണ്ട്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നാം ചോദിക്കുന്ന എല്ലാം അതേ രീതിയിൽ നൽകണമെന്നില്ല. ചിലപ്പോൾ നാം ചോദിക്കുന്നത് നമുക്ക് നല്ലതല്ലെന്ന് ദൈവം അറിയുന്നു. ചിലപ്പോൾ നമ്മോട് കാത്തിരിക്കൂ എന്ന് കർത്താവ് പറയുന്നു. ചിലപ്പോൾ നാം ആഗ്രഹിച്ചതിനു പകരം അതിലും നല്ലത് നൽകുന്നു. റോമർ 8-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർ 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഭാവിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കാം. നമ്മുടെ കണ്ണുനീര് പോലും ദൈവത്തിനു മുൻപിൽ വയ്ക്കാം. നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മെ കേൾക്കുന്നു. ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാം. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോട് ചോദിക്കാം, ദൈവത്തെ അന്വേഷിക്കാം, ദൈവത്തിനായി കാത്തിരിക്കാം. നമ്മുടെ സ്വർഗീയ പിതാവ് എത്രയും നല്ലവനാണ്. ദൈവത്തിൻ്റെ സമയം എത്രയും നല്ലതാണ്. ദൈവത്തിൻ്റെ വഴി എത്രയും നല്ലതാണ്. ദൈവം നൽകുന്ന നന്മ നമ്മുടെ പ്രതീക്ഷയേക്കാൾ എത്രയും വലുതാണ്. അതുകൊണ്ട് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് പ്രത്യാശയോടെ ജീവിതം നയിക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭാരങ്ങളും അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ ചോദിക്കുവാനും അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ ചോദിക്കുന്നതിലും അധികം നന്മ നൽകുന്ന സ്വർഗീയ പിതാവേ, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ പിതാവേ, അങ്ങിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.